നമ്മുടെ തളർച്ച കാണാനിരിക്കുന്നവരെ നമ്മുടെ വളർച്ച കൊണ്ട് വിസ്മയിപ്പിക്കണം. നിങ്ങളുടെ ബുദ്ധി, ആവേശം, അതാണ് പ്രയോഗത്തിൽ വരേണ്ടത്. സോഫിയും ആദർശം മാത്രമല്ല, പ്രകാശും നാളെ മുതൽ ഓഫീസിലുണ്ടാവും. എതിരൊന്നും പറയണ്ട. ദേവേട്ടൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനോ. ഒഴിഞ്ഞു മാറുകയൊന്നുമല്ല. ഒരു പരിപൂർണ ബിസിനസ്സുകാരനാകാൻ എനിക്കൊരിക്കലും പറ്റില്ല. വാശിയോടെ അത് പ്രയോഗിച്ചതും നടപ്പിൽ വരുത്തിയതും ഇവർ രണ്ടുപേരുമാ. ഇവര് മതി അതിന്. അപ്പോ വിവാഹം കഴിയുമ്പോഴോ ദേവ് അസോസിയേറ്റ്സ് തനിക്കുള്ള സ്ത്രീധനമാണ്. അപ്പോ നോക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. അങ്കിള് പറഞ്ഞത് ഭാവിയിൽ നമുക്ക് ആലോചിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ദേവേട്ട. ഇവരുടെ വിവാഹം കഴിഞ്ഞാ നമുക്ക് ഇതിന്നൊക്കെ അങ്ങ് പിന്മാറാം. വിവാഹം കഴിഞ്ഞാലും മറ്റെന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും ദേവ് അസോസിയേറ്റ്സിന്റെ അമരക്കാരൻ ഈ ആദർശായിരിക്കും. പ്രകാശ്, നമുക്ക് തിരിച്ചു കിട്ടിയ ധൈര്യവും സമ്പത്തും ഒക്കെ ഇയാളുടെ പ്രയത്നമല്ലെങ്കിൽ അത് അച്ഛൻ മുമ്പേ തീരുമാനിച്ചതാ. ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുന്നു, ദേവ് അസോസിയേറ്റ്സ് ഇനി പഴയ രീതിയിലല്ല. ഒരുപാട് നേടാനുണ്ട് നമുക്ക്. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ തീരുമാനങ്ങൾക്ക് പിന്നിലും നമ്മൾ ഒന്നിച്ചുണ്ടാകണം. ഗ്ലോറി എന്ന ശത്രു അവസാനിച്ചു എന്ന് കരുതുന്നത് മണ്ടത്തരാണ്. കാർത്തികേയന്റെ കൂടെ നിൽക്കുന്ന ഗ്ലോറിയുടെ നില ഭദ്രമാണ്. സഹായിക്കാൻ കാർത്തികേയൻ തയ്യാറായാൽ പുതിയ യുദ്ധങ്ങൾ ഗ്ലോറിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇനി പ്രതിരോധമല്ല, ആക്രമണം തന്നെയാണ് നമ്മുടെ ഉണ്ടാവും. ഇനി പ്രതിരോധമല്ല, ആക്രമണം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കെതിരെ ഗ്ലോറി ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ അവളെ ആക്രമിച്ച് വീഴ്ത്തിയിരിക്കണം. വേണമെങ്കിൽ ഇനി അവൾ തല ഉയർത്തരുത്. അത് നമ്മൾ തീരുമാനിച്ചു. അവളുടെ നീക്കങ്ങൾ നമ്മൾ വാച്ച് ചെയ്യും. ആ നിമിഷം തന്നെ അതിനോട് പ്രതികരിച്ചിരിക്കും. കാർത്തികയെ താനിപ്പോ കാണിക്കുന്ന അപകടം എല്ലാം ഉണ്ടായിരുന്ന ഗ്ലോറിയേക്കാൾ അപകടകാരിയാണ് എല്ലാം നഷ്ടപ്പെട്ട ഗ്ലോറി. തന്റെ വീട്ടിലിരുന്നുകൊണ്ട് അവള് പ്ലാൻ ചെയ്യുന്നത് പ്രതികാരമായിരിക്കും, എന്നോടടക്കം. എന്ന് പറഞ്ഞാൽ അവൾ ഇനി ചെയ്യുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പറയേണ്ടത് ഈ കാർത്തികനായിരിക്കും. അഥവാ എനിക്കെതിരെ എന്തെങ്കിലും നീക്കം അവളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഞാൻ വരും കാർത്തികയ. എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ കൂട്ടത്തിലേ ഞാൻ നോക്കത്തില്ല കാർത്തികനാണോ കാർത്തികന്റെ ഭാര്യയാണോ. താൻ വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ ബക്കറെ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ സഹിക്കുന്നതെന്ന്. എന്തിനാടോ സഹിക്കുന്നത്? ഇറക്കി വിടണം. ഗ്ലോറി തെരുവ് തണ്ടിയാൽ തന്റെയും തന്റെ കുടുംബത്തിനെ അന്തസ്സൊന്നും ഇടിഞ്ഞു വീഴത്തില്ലല്ലോ. എടോ കണ്ണും പൂട്ടി എല്ലാത്തിനും കൂട്ടുന്ന എനിക്ക് അവിടെ നിന്ന് പ്രതിഫലം താൻ കണ്ടതാണല്ലോ. അടുത്ത ഒഴിവേ തന്റെതാ. എടോ താനിങ്ങനെ നാട് തെണ്ടുമ്പോ കാർത്തികേയന്റെ വീടെന്ന അരുളപ്പാടുണ്ടായതൊന്നുമല്ല അവൾക്ക്. കൂട്ടത്തിൽ തന്റെ കയ്യിലാണ് പുത്തനുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് തന്നെ കളിച്ച അവള്. ഇനി തന്നോയ്ക്കൂ, തന്റെ സമ്പത്തെന്ന് പറഞ്ഞാൽ അത് ഗ്ലോറിയുടേത് കൂടെയാണെന്ന് അവൾ തന്നെ കൂടെ തന്നെ പറയിക്കും. പിന്നെ തന്നെ ഒതുക്കി അവൾ ഭരിക്കും. അവസാനം അവിടെ നിന്ന് ഇറങ്ങും. ഗ്ലോറിയല്ല, താനും തന്റെ ഭാര്യയും. ഇല്ല, എന്റെ സമ്പത്തിൽ തൊടില്ല. അതിനു മുമ്പ് ഇറക്കും ഞാൻ അവളെ. അതിന് കഴിഞ്ഞാ നല്ലത്. നമുക്കിനിയും കാണാം. കാർത്തികേയന് നല്ലത് വന്നിട്ട് തെരുവ് കാണുന്നോണ്ട് കുഴപ്പമില്ല. തെരുവ് തെണ്ടിയെ പോലെ നടന്ന് കാണിക്കല്ലേ കാർത്തികേയ. വരട്ടെ. എന്റെ കൊച്ചമ്മ ചമയ അവള്. ഞാനെന്താ അവളുടെ വേലക്കാരിയാ? ഒന്ന് രണ്ട് ദിവസത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കേ. എനിക്ക് അതിന്റെ കാര്യം എന്താ? നിങ്ങൾ തമ്മിൽ ബിസിനസ് ബന്ധം ഉണ്ടെങ്കിൽ അത് പുറത്ത്, ഇവിടെ പറ്റില്ല. എന്റെ ബിസിനസ് ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഇന്ന് വരെ ഇവിടെ വന്ന് തങ്ങിയിട്ടുണ്ടോ?
പിന്നെ ഇവൾക്ക് എന്താ ഇത്ര പ്രത്യേകത? ഞാനൊന്ന് പറയുന്ന കേക്ക്. എനിക്ക് പറ്റില്ല. എന്റെ കുടുംബത്തിൽ എന്നെ അനുസരിപ്പിക്കാൻ വേറെ ഒരുത്തി വേണ്ട. അല്ല ഗ്ലോറി, ഞങ്ങളിങ്ങനെ കുടുംബകാര്യങ്ങൾ. ഞാൻ ചോദിച്ചില്ല. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? എനിക്ക് കുറച്ച് പണം വേണം. എത്ര? എന്റെ ബിസിനസ് ഒക്കെ അല്പം പ്രശ്നത്തിലാ. എന്നാലും ഗ്ലോറിക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറ്റും. എത്രയാ വേണ്ടത്? $25 എനിക്കതൊന്നും കേൾക്കാൻ ഇപ്പൊ താല്പര്യമില്ല. എനിക്ക് പണം കിട്ടിയേ പറ്റൂ. പണം കണ്ടെത്താനുള്ള മാർഗത്തിന് പകരം എന്നെ ഒഴിവാക്കാനുള്ള മാർഗം ആലോചിച്ച് സമയം കളയരുത്. കുടുംബകാര്യമായതുകൊണ്ടാ നേരത്തെ കേട്ടതിൽ ഞാൻ ഇടപെടാതെ. എനിക്കതൊന്നും കേൾക്കാൻ ഇപ്പൊ താല്പര്യമില്ല. എനിക്ക് പണം കിട്ടിയേ പറ്റൂ. പണം കണ്ടെത്താനുള്ള മാർഗത്തിന് പകരം എന്നെ ഒഴിവാക്കാനുള്ള മാർഗം ആലോചിച്ച് സമയം കളയരുത്. കുടുംബകാര്യമായതുകൊണ്ടാ നേരത്തെ കേട്ടതിൽ ഞാൻ ഇടപെടാതെ. അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. നീ ഇനി എന്ത് ചെയ്യാൻ പോവാ? കമ്പനിയിൽ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഉദ്ദേശിക്കുന്നേ? വേറെ എവിടെയെങ്കിലും ഒരു ജോലി നോക്കണം. എന്ത് ജോലി? ഇനി കോളേജിൽ പഠിപ്പിക്കാൻ പോവാ നീ? അങ്ങനെ ഒരു ആലോചനയുണ്ട്. പിന്നെ അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. നീ ഇനി എന്ത് ചെയ്യാൻ പോവാ? കമ്പനിയിൽ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഉദ്ദേശിക്കുന്നേ? വേറെ എവിടെയെങ്കിലും ഒരു ജോലി നോക്കണം. എന്ത് ജോലി? ഇനി കോളേജിൽ പഠിപ്പിക്കാൻ പോവാ നീ? അങ്ങനെ ഒരു ആലോചനയുണ്ട്. പിന്നെ ഇനി അതിനൊന്നും പോവണ്ട. ഇപ്പൊ ഒഴിഞ്ഞു നിന്നാലും കല്യാണത്തിന് ശേഷം ഇതൊക്കെ നോക്കി നടത്തണമെന്ന് ദേവേട്ടൻ പറയില്ലേ? ഓ, അമ്മ സ്ത്രീധനമായി കിട്ടുന്നതിന്റെ കണക്കൂട്ടല്ല അല്ലേ? പോടാ അവിടുന്ന്. ഞാൻ ആർത്തി പിടിച്ചിരിക്കല്ലേ ഇവിടെ. ഞാൻ ദേവേട്ടനെ ഒന്ന് കാണട്ടെ. വേണ്ടമ്മേ, അങ്കിളിനോട് ഞാൻ സംസാരിച്ചല്ലേ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. എന്ത് സോഫിയായിട്ടുള്ള വിവാഹമോ? ഞാൻ നിങ്ങളുടെ വിവാഹക്കാരി സംസാരിക്കാനാ പോന്നേ. എന്താ അത് വേണ്ടേ? അയ്യോ, അത് വേണം. എന്നാ അമ്മ വൈകണ്ട, ഞാൻ കൊണ്ടുവിടാം. ഒന്ന് പോടാ അവിടുന്ന്. എന്താ അവന്റെ ഒരു തിരക്ക്. ഞാൻ പോവേണ്ട സമയത്ത് പോയിക്കോളാം. ഇനി ഇത് വെച്ച് നീട്ടേണ്ട കാര്യം എന്താ? ഇപ്പൊ ഒരു തടസ്സം ഉപേക്ഷിച്ചിരുന്നാ ഒന്നും നടക്കില്ല. അവള് ചെയ്യാനുള്ളത് ചെയ്യട്ടെ. വന്നതിൽ കൂടുതലൊന്നും വരാനില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നതാ ഇക്കാര്യത്തിൽ നല്ലത്. ഞാൻ പോയി സംസാരിക്കാം. താങ്ക്സ് അമ്മേ. ഒരു ഉപേക്ഷിച്ചിരുന്നാ ഒന്നും നടക്കില്ല. അവള് ചെയ്യാനുള്ളത് ചെയ്യട്ടെ. വന്നതിൽ കൂടുതലൊന്നും വരാനില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നതാ ഇക്കാര്യത്തിൽ നല്ലത്. ഞാൻ പോയി സംസാരിക്കാം. താങ്ക്സ് അമ്മേ. ഒരു എനിക്കെന്തോ ഈ ആശയത്തിൽ ഒരു തൃപ്തിയില്ല. ദേവ അസോസിയേറ്റ്സിൽ ഒരു പണിമുടക്കുണ്ടായി. എനിക്കെന്തോ ഈ ആശയത്തിൽ ഒരു തൃപ്തിയില്ല. ദേവ അസോസിയേറ്റ്സിൽ ഒരു പണിമുടക്കുണ്ടായി. പറ്റില്ല. അതിനുള്ള മാർഗവും എനിക്കറിയാം. എന്റെ ആവശ്യം എന്തെന്നറിയുന്ന തൊഴിലാളികൾ ഉണ്ട് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഞാൻ പറഞ്ഞ കാര്യം വിക്ടർ ആലോചിച്ചോ? മാഡം, പെട്ടെന്നൊരു സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ പറ്റില്ല. അതിനുള്ള മാർഗവും എനിക്കറിയാം. എന്റെ ആവശ്യം എന്തെന്നറിയുന്ന തൊഴിലാളികൾ ഉണ്ട് സർ.
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഞാൻ പറഞ്ഞ കാര്യം വിക്ടർ ആലോചിച്ചോ? മാഡം, പെട്ടെന്നൊരു സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ അന്നാ സമരം തീർന്നത് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്ന ഉറപ്പിന്മേലാണ്. അന്നത്തെ ആ ഉടമ്പടിയാണ് ഇത്. ഇതാണ് നിങ്ങൾ ദേവനെയും സോഫിയെയും കാണിക്കേണ്ടത്. ഈ എഗ്രിമെന്റ് പ്രകാരം നിങ്ങളുടെ ശമ്പളം ഇരട്ടിയും ആനുകൂല്യങ്ങൾ 4 ഇരട്ടിയുമാണ്. ഇത് ഒരു മാനേജ്മെന്റിനും അംഗീകരിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ അതിനുവേണ്ടി നിരന്തരം എന്നെ സമ്മർദ്ദം ചെയ്തിരുന്നു. പക്ഷേ ഞാൻ വാക്കു പാലിച്ചില്ല. പുതിയ മാനേജ്മെന്റ് കമ്പനി ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡ് പറയുന്നു. അല്ല മാഡം, ഇത്രയും വലിയൊരു ഡിമാൻഡ് ഞങ്ങൾക്ക് സംഘടനയിൽ നിന്ന് ചോദ്യം വരില്ലേ? പക്ഷേ ഞാൻ വാക്കു പാലിച്ചില്ല. പുതിയ മാനേജ്മെന്റ് കമ്പനി ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡ് പറയുന്നു. അല്ല മാഡം, ഇത്രയും വലിയൊരു ഡിമാൻഡ് ഞങ്ങൾക്ക് സംഘടനയിൽ നിന്ന് ചോദ്യം വരില്ലേ? ആ ചോദ്യങ്ങളുടെ മുനയൊടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്റെ ആവശ്യം ദേവ് അസോസിയേറ്റ്സ് ഇനി പ്രവർത്തിക്കാതിരിക്കുക എന്നതാണ്. 10 ജന്മം നിങ്ങൾ പണിയെടുത്താലും കിട്ടാത്ത അത്രയും തുക നിങ്ങളുടെ 2 പേരുടെയും അക്കൗണ്ടുകളിൽ എത്തിയിരിക്കും. സമരം ഞങ്ങൾ ആരംഭിക്കാം. പക്ഷെ പിന്നീട് വരുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഉണ്ടാവട്ടെ. പുറത്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. വിട്ടുവീഴ്ചയില്ലാതെ നിലപാടുകൾ എടുക്കുന്ന സംഘടനകളെ നമുക്ക് വിലക്കെടുക്കാം. ഒടുവിൽ ആഘോഷമായി ഈ ഗ്ലോറിയെ പടിയിറക്കിയ സ്ഥലത്ത് ഉണ്ടാവട്ടെ. പുറത്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. വിട്ടുവീഴ്ചയില്ലാതെ നിലപാടുകൾ എടുക്കുന്ന സംഘടനകളെ നമുക്ക് വിലക്കെടുക്കാം. ഒടുവിൽ ആഘോഷമായി ഈ ഗ്ലോറിയെ പടിയിറക്കിയ സ്ഥലത്ത് മാഡം, കുറച്ച് സ്റ്റാഫുകൾ സമരത്തിലാണ്. മാഡം, കുറച്ച് സ്റ്റാഫുകൾ സമരത്തിലാണ്. സമരോ? എന്റെ മാനസപുത്രി. മാഡം, കുറച്ച് സ്റ്റാഫുകൾ സമരത്തിലാണ്. സമരോ? അതെ, ആ വിക്ടറിന്റെ നേതൃത്വത്തിലാണ്. അവർ ഞങ്ങളെയൊക്കെ സമീപിച്ചിരുന്നു. ഞങ്ങൾ ആരും സമരത്തിന് തയ്യാറായില്ല. ഞങ്ങളെ ആരും ക്യാബിനിലേക്ക് വിട്ടിട്ടുമില്ല. എന്താ എല്ലാവരും ഇവിടെ? സർ, ഞങ്ങൾക്ക് ചില ഡിമാൻഡ്സ് ഉണ്ട്. അത് അനുവദിച്ച് കിട്ടാതെ കമ്പനി പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പണിമുടക്കാനുള്ള സാഹചര്യം ഇപ്പൊ ദേവ് അസോസിയേറ്റ്സിലില്ല. നിങ്ങൾ കാണിക്കുന്നത് ധിക്കാരമാണ്. ഞങ്ങളുടെ അവകാശങ്ങളോട് ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവും സാറേ. ആദർശ്, ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടണമെന്ന കാര്യത്തിലോ നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശത്തിലോ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഒരു സ്ഥാപനത്തിൽ ഒരു സമരം ആരംഭിക്കുന്നതിന് മുൻപ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡുകൾ ഞങ്ങളോട് പറഞ്ഞില്ല?
കിട്ടണമെന്ന കാര്യത്തിലോ നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശത്തിലോ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഒരു സ്ഥാപനത്തിൽ ഒരു സമരം ആരംഭിക്കുന്നതിന് മുൻപ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡുകൾ ഞങ്ങളോട് പറഞ്ഞില്ല? കമ്പനിയിൽ ഇപ്പോ ഇല്ല. ആദ്യം നിങ്ങൾ ജോലിക്ക് കയറുകയും മറ്റുള്ളവരെ ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുക. അതിനുശേഷം അച്ഛൻ വന്നിട്ട് നമുക്ക് കൂടിയിരുന്ന് ആലോചിക്കാം. ബുദ്ധിമുട്ടാണ് മാഡം. ഈ ഡിമാൻഡ്സ് അംഗീകരിക്കുക എന്നല്ലാതെ മറ്റൊരു ചർച്ചയ്ക്കും ഞങ്ങളില്ല. സോഫി, കമ്പനിയിൽ ഇപ്പോ ഇല്ല. ആദ്യം നിങ്ങൾ ജോലിക്ക് കയറുകയും മറ്റുള്ളവരെ ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുക. അതിനുശേഷം അച്ഛൻ വന്നിട്ട് നമുക്ക് കൂടിയിരുന്ന് ആലോചിക്കാം. ബുദ്ധിമുട്ടാണ് മാഡം. ഈ ഡിമാൻഡ്സ് അംഗീകരിക്കുക എന്നല്ലാതെ മറ്റൊരു ചർച്ചയ്ക്കും ഞങ്ങളില്ല. സോഫി ആണെന്ന് ഞങ്ങൾക്കറിയാം. അവളുടെ ആവശ്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ആരും ശ്രമിക്കണ്ട. സാറേ, ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് പകരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മാനേജ്മെന്റിന്റെ പിടിവാശിയാണ്. എന്നാ പിന്നെ നിങ്ങൾ അനുഭവിക്കും. ഇനി കമ്പനി പ്രവർത്തിക്കില്ല. എന്താ അവിടെ? ആണെന്ന് ഞങ്ങൾക്കറിയാം. അവളുടെ ആവശ്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ആരും ശ്രമിക്കണ്ട. സാറേ, ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് പകരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മാനേജ്മെന്റിന്റെ പിടിവാശിയാണ്. എന്നാ പിന്നെ നിങ്ങൾ അനുഭവിക്കും. ഇനി കമ്പനി പ്രവർത്തിക്കില്ല. എന്താ അവിടെ? ഇവര് പെട്ടെന്ന് പണി മുടക്കുന്നു. ഗ്ലോറി ഏത് ശമ്പള വർധനവിന്റെ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് അവൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമരമാണ്. ആർക്കാ സംസാരിക്കാനുള്ളത്? സാർ, ഇതിനു മുമ്പ് ഞങ്ങൾ പണിമുടക്കിയപ്പോ അന്നത്തെ മാനേജ്മെന്റ് അംഗീകരിച്ച കരാറാണിത്. ഇത് പാലിക്കാതെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ശമ്പളം ഇപ്പൊ തരുന്നതിന്റെ ഇരട്ടി, ആനുകൂല്യങ്ങൾ 4 ഇരട്ടി. കൊള്ളാം. ഇത്തരം ഒരു എഗ്രിമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ല, ഞങ്ങൾക്ക് അറിയില്ല സാർ. അതെന്തുകൊണ്ട്? സാർ, ഒരിക്കൽ ഈ സ്ഥാപനത്തിൽ വെച്ച് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ആട്ടി ഇറക്കപ്പെട്ട ഞാൻ ഇന്ന് അതേ സ്ഥാനത്തെത്തിയെങ്കിൽ ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്കറിയാം. കൂടെയുള്ള മറ്റു തൊഴിലാളികൾ പോലും അറിയാതെ ഉണ്ടാക്കിയ ഈ കരാറിന് എനിക്ക് തരാൻ, ഒരിക്കൽ ഈ സ്ഥാപനത്തിൽ വെച്ച് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ആട്ടി ഇറക്കപ്പെട്ട ഞാൻ ഇന്ന് അതേ സ്ഥാനത്തെത്തിയെങ്കിൽ ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്കറിയാം. കൂടെയുള്ള മറ്റു തൊഴിലാളികൾ പോലും അറിയാതെ ഉണ്ടാക്കിയ ഈ കരാറിന് എനിക്ക് തരാനുള്ള പരിഗണന ഇതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ദേവ് അസോസിയേറ്റ്സിൽ ജോലിയിൽ തുടരണമെന്നുള്ളവർക്ക് ക്യാബിനുകളിലേക്ക് പോവാം.